വീഡിയോ എഡിറ്റിങ്ങിനും ഗെയിമിങ്ങിനും വേണ്ടിയിട്ടുള്ള ഹൈ പെർഫോമൻസ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ കമ്പോണൻ്റ് തമ്മിൽ പെർഫെക്റ്റ് മാച്ച് ആവും എന്ന് നോക്കി നമ്മൾ എടുത്തത് കൊണ്ടുണ്ടായ ഗുണം കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇപ്പം ഞാനിപ്പം തിരഞ്ഞെടുക്കുന്ന ജിഗാബൈറ്റിൻ്റെ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ വില താരതമ്യേന കുറവാണ്. നമുക്ക് ഇപ്പം ജിഗാബൈറ്റ് ആകുമ്പോഴേക്കും അതിനകത്ത് അവർ തരുന്ന അവൈലബിലിറ്റി അതും മറ്റുള്ള കമ്പനികൾ തരുന്ന ഫെസിലിറ്റിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ് വില കുറഞ്ഞതും ഏറ്റവും ഗുണമുള്ളതും പ്രയോജനപ്രദവുമായിട്ടുള്ളൊരു മദർ ബോർഡെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇൻ്റൽ Z390 എയറോക്സ്. ഈ Z390 ഒരു പ്രത്യേകത ഉണ്ടോ, ഞാൻ വഴി പറയാം. എയറോക്സ് മദർ ബോർഡ് ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫ്യൂഷൻ ബോർഡാണ്. അത്യാവശ്യം ലൈറ്റിൻ്റെയൊക്കെ പെരുന്നാളൊക്കെ കൂടെ കാണാൻ കഴിയും. പിന്നെ ഡുവൽ M2ൻ്റെ 2 ഹെഡ്സിനകത്ത് വെക്കാനുള്ള ഫെസിലിറ്റി മദർ ബോർഡ് വന്നിട്ടുണ്ട്. USB 3 ഉണ്ട്. ഇനി ഈ ബോർഡിന് അബ്സല്യൂട്ട്ലി മാച്ച് ചെയ്യുന്ന ബാക്കിയുള്ള ഡിവൈസസ് വേണം എടുക്കാൻ. മാച്ച് ചെയ്യാത്ത ഡിവൈസുകളുണ്ട്, പക്ഷേ അത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും, പക്ഷേ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കിട്ടത്തില്ല. പെർഫെക്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് എന്താ വെച്ചാൽ ഈ മദർ ബോർഡ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത മദർ ബോർഡ് നമ്മൾ അതിൻ്റെ റേറ്റും അതിൻ്റെ ഗുണവും എല്ലാം നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത മദർ ബോർഡിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ കണ്ടോ, നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ജിഗാബൈറ്റിൻ്റെ അവരുടെ തന്നെ വെബ്സൈറ്റിലാണ്, ആ ബോർഡിൻ്റെ മാനുഫാക്ചറിങ് വെബ്സൈറ്റിലാണ് നിൽക്കുന്നത്. ആ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്താൽ അതിൻ്റെ മുകളിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സപ്പോർട്ട് അങ്ങ് എടുക്കും. അതായത് ഈ മദർ ബോർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെല്ലാം ഡിവൈസസും ഡ്രൈവറും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ഡ്രൈവേഴ്സൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് എടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ CPU സപ്പോർട്ട് നോക്കാം. CPU എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ പോകുന്ന പ്രൊസസ്സർ, അതിൻ്റെ ഏത് പ്രൊസസ്സർ നമുക്ക് ഉപയോഗിക്കാം. Core i7 9700K 3.6 GHz സ്പീഡുണ്ട്. ഇതാണ് നമ്മൾ പ്രൊസസ്സറിൻ്റെ സ്പീഡ് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ പ്രൊസസ്സർ സെലക്ട് ചെയ്യാം. ഈ പ്രൊസസ്സർ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിന് നമ്മുടെ മദർ ബോർഡിന് ആബ്സല്യൂട്ട്ലി മാച്ചാണിത് എന്നുള്ളത് കൺഫേം. ഓക്കെ, കൊഫിലേക്കാണ്. ബാക്കിയുള്ള സപ്പോർട്ട്, അതായത് റാം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഡയറക്റ്റ് കൊടുക്കുന്നില്ല. അതിന് പകരം അവർ സപ്പോർട്ട് ലിസ്റ്റിനകത്ത് മെമ്മറി സപ്പോർട്ടുണ്ട്, M2 സപ്പോർട്ടുണ്ട്, SSD സപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം മെമ്മറി സപ്പോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ നേരെ ഡൗൺലോഡ് കൊടുക്കുക. ഇതിനകത്ത് ഈ മദർ ബോർഡിൽ ആബ്സല്യൂട്ട്ലി സപ്പോർട്ട് ചെയ്യുന്ന റാമുകളുണ്ട്, ഇതിനെ കാണിച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു കമ്പനി എന്ന നിലയിൽ ഞാനിപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു പ്രോബ്ലം കാണിച്ചിട്ടില്ലാത്ത റാമാണ് Corsair 32 GB ഈ 2 സ്ലോട്ട്. ഈ ബോർഡ് സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. പ്രൊസസ്സർ നമുക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് നോക്കാം. പ്രൊസസ്സർ നമ്മളിപ്പോൾ അവിടെ കണ്ടത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ i7 9700K. അതിൻ്റെ ഈ സ്പീഡൊന്ന് നോക്കാം. അതിൻ്റെ സ്പീഡ് നമുക്ക് മാക്സിമം ടർബോ ഫ്രീക്വൻസി 4.95 GHz ടർബോ ഫ്രീക്വൻസി ഉണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 3.6 ആണ്. മാത്രമല്ല 8 കോർ പ്രൊസസ്സറാണ്. നമ്മുടെ റീസണബിൾ റേറ്റിലുള്ള പ്രൊസസ്സർ ഇതാണ്. ഗുഡ് പ്രൊസസ്സർ. അപ്പോൾ നമുക്ക് ഇത് തന്നെ സെലക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് വാങ്ങാം. അപ്പോൾ ഞാൻ ആമസോണിൽ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. എനിക്ക് തോന്നിയത് കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എനിക്ക് റേറ്റ് കുറച്ച് കിട്ടി. നമുക്കിനിയിപ്പം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രൊസസ്സറിൻ്റെ കൂടെ ഫാനില്ല കേട്ടോ. അപ്പോൾ ഫാൻ ഒരെണ്ണം വേണം. ഫാന് മാത്രമല്ല പ്രൊസസ്സറിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് ആവശ്യമാണ്. ഒട്ടും ഹീറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫാൻ വാങ്ങണം. ഇപ്പം ഞാനത് വാങ്ങിയിരിക്കുന്നത് ഒത്തിരി വില കൂടാണ്ട് നമ്മുടെ ലിമിറ്റിൽ നിൽക്കുന്നൊരു ഫാനാണ് ഞാൻ വാങ്ങിയത്.
പിന്നെ നമുക്ക് വേണ്ടത് M2 ഹാർഡ് ഡിസ്ക്കാണ്. ഇത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ തന്നെ വാങ്ങി. അത് 2400 ഉള്ളൂ. സംഭവം 240 GB ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് ഇതാണ്. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ തന്നെ 4 TB വാങ്ങിച്ചു. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ തന്നെ 2 ഹാർഡ് ഡിസ്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഇച്ചിരിയുടെ ബെറ്റർ പെർഫോമൻസും, പിന്നെ ഇതുവരെ എനിക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ പ്രിഫർ ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ സ്പീഡ് കൂടുതലാണ്. ഈ ഹാർഡ് ഡിസ്ക് നല്ല RPM ഉള്ള ഹാർഡ് ഡിസ്ക്കാണ്. പിന്നെ ഒരു നല്ല ഇതെന്ന് പറഞ്ഞാൽ ഡെല്ലിൻ്റെ 32 ഇഞ്ച് മോണിറ്ററാണ്. നല്ല ഹെവി മോണിറ്റർ, കാണാനുമൊക്കെ നല്ല ഭംഗിയാണ്, നല്ല വലുപ്പമുണ്ട്, വൈറ്റ് ഷെയ്ഡാണ് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ നോക്കുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ്, GeForce RTX 2060. ഇത് നമ്മുടെ GB വളരെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. കാര്യം 1.470 ആയിരുന്നു, അത് 1.815 ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ഷീൽഡ്, ഏറ്റവും ബാക്കിൽ കാണുന്ന ഷീൽഡ് മെറ്റലാണ്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ടാകും. അതുപോലെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ കൂളിംഗ് ഫാൻ റൊട്ടേഷൻ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂളായിരിക്കും. ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യാനുള്ള 3D ആക്റ്റീവ് ഫാൻ ഉണ്ട്. അത് കറക്റ്റ് ടെമ്പറേച്ചർ കൂടിയ ഓട്ടോമാറ്റിക് റണ്ണായി, ടെമ്പറേച്ചർ കുറച്ചിട്ട് നോക്കും. അതുകൊണ്ട് നല്ല പെർഫോമൻസ് നമുക്ക് ഇതിന് കിട്ടും. ഈ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് പർച്ചേസ് ചെയ്യപ്പെടുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോൾ അവൈലബിലിറ്റി എനിക്കൊരു വിഷയമില്ല, കിട്ടി, എല്ലാം ഉണ്ട്. ഹോൾസെയിൽ റേറ്റിലാണ് സാധനം കിട്ടിയത്, റീറ്റെയിൽ റേറ്റ് അല്ല. അങ്ങനെ ഒരു ഗുണങ്ങളുണ്ടായി. അപ്പോൾ വലിയ പൈസ മുടക്കില്ലാണ്ട് എനിക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് i9 വെച്ചിട്ടുള്ളൊരു കോൺഫിഗറേഷനാണ്. എല്ലാം ഞാൻ ആപ്പിളിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി എൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ നോക്കുന്നത് എൻ്റെ എഡിറ്റിംഗ് ടേബിളിലാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ എഡിറ്റിംഗ് ടേബിൾ കാണിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് എത്രത്തോളം സത്യസന്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാനത് സെറ്റ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ വിൻഡോസിൻ്റെ തന്നെ ഒരു ടൈമർ എടുത്ത് വെച്ചിട്ട്, കൗണ്ട് ഡൗൺ എടുത്ത് വെച്ചിട്ടാണ് ഞാനിത് ചെക്ക് ചെയ്തത്. അപ്പം ഫോട്ടോഷോപ്പ് ഓണായി വരുന്നതിൻ്റെ സ്പീഡ് വെച്ചിട്ട് ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ ടൈമർ ഓൺ ആക്കിയിട്ട് ഫോട്ടോഷോപ്പ് ഓൺ ചെയ്യും. അപ്പം എത്ര സെക്കൻഡ് കൊണ്ടാണ് ഫോട്ടോഷോപ്പ് ഓൺ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതനുസരിച്ച് അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ഇളക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ സ്പീഡ്, ഈ ക്ലിപ്പിൻ്റെ സ്ലോ മോഷനോ സ്പീഡ് മോഷനോ അങ്ങനെയൊക്കെ ചെയ്യാൻ എഡിറ്റിങ്ങിന് പറ്റുമല്ലോ. അപ്പോൾ ഈ ക്ലിപ്പിന് വേണമെങ്കിൽ സ്പീഡ് കൂട്ടിക്കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ആ സ്പീഡ് കാണിക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത് മൈക്രോ സെക്കൻഡ് ആണെന്നൊക്കെ എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെയല്ല, ഇത് റിയൽ അതിൻ്റെ സ്പീഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ക്ലിപ്പ് ഇവിടെ വെച്ചത്. അതുപോലെ തന്നെ ഈ ക്ലിപ്പിൻ്റെ സ്പീഡ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിപ്പ് ഞാൻ സ്ലോ മോഷനൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കിയാൽ അറിയാം, നോർമൽ 100 എന്ന് പറയാൻ നോർമൽ സ്പീഡാണ് ഒരു ക്ലിപ്പിൻ്റെ. ഞാൻ ഈ ക്ലിപ്പിന് നോർമൽ സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. ക്ലിപ്പിന് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കിക്കോണം, ഫോട്ടോഷോപ്പ് ഓൺ ആക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ശ്രദ്ധിച്ചു, ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷോപ്പ് ഞാനിവിടെ ഓൺ ആക്കി. ഈ ഫോട്ടോഷോപ്പ് വരുന്ന ടൈം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇത് 1 സെക്കൻഡ് 10 മൈക്രോ സെക്കൻഡ്. 13:16 ആയപ്പോൾ ഇതേ ഫോട്ടോഷോപ്പ് അപ്പിയറായി. അപ്പോൾ 1 സെക്കൻഡ് 16 മൈക്രോ സെക്കൻഡിൽ ഫോട്ടോഷോപ്പിൻ്റെ ഫ്ലാഷ് സ്ക്രീൻ വന്നു. ഓക്കെ, ഫ്ലാഷ് സ്ക്രീൻ 2 സെക്കൻഡ് ആയപ്പോഴേക്കും ഫ്ലാഷ് സ്ക്രീൻ മാറി ഫോട്ടോഷോപ്പിൻ്റെ വിഷ്വൽ വന്നു. അപ്പം 1 സെക്കൻഡ് 16 ആയപ്പോഴേക്കും തുടങ്ങി, 1 സെക്കൻഡ് 2 സെക്കൻഡ് 15 ആയപ്പോഴേക്കും ഫോട്ടോഷോപ്പ് ഇവിടെ ഓപ്പണായി. ഇങ്ങനെ വേണം പറയാം. 15, അതായത് 1 സെക്കൻഡ് കൊണ്ട് ഡിസ്പ്ലേ വന്നു. 19, 23 ഒക്കെ ആയപ്പോഴേക്കും ഫോട്ടോഷോപ്പ് കംപ്ലീറ്റ് ആയി, ഓപ്പണായി. അപ്പോൾ എങ്ങനെ നോക്കിയാലും 1 സെക്കൻഡും ഒരു 5-10 മൈക്രോ സെക്കൻഡ് ഉണ്ടാവും ടോട്ടൽ. അത്രയും സമയം കൊണ്ട് CC ഫോട്ടോഷോപ്പ് ഇതിനകത്ത് ഓപ്പണായി എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ കമ്പോണൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് ചൂസ് ചെയ്ത് കറക്റ്റ് കമ്പോണൻ്റ് ആയിരുന്നത് കൊണ്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിന് ആ പെർഫോമൻസ് തരാൻ കഴിയുന്നത്.
അതുകൊണ്ട് നിങ്ങളിനി ഒരു കമ്പ്യൂട്ടർ ഒരു എഡിറ്റിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോഴേക്കും എഡിറ്റിങ്ങിനാണ് കൂടുതൽ ഇതാണ്, എഡിറ്റിങ് 3D അങ്ങനെയുള്ളതൊക്കെയാണ്, ഗെയിമിങ്ങിനൊക്കെയാണ് കൂടുതൽ പെർഫോമൻസ് വേണ്ടത്. നിങ്ങൾ ആ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. നല്ല മാച്ച് ആയിരിക്കുന്ന കമ്പോണൻ്റ് ഏതെല്ലാം ആണെന്ന് തിരഞ്ഞെടുത്ത് നല്ലൊരു സിസ്റ്റം നിങ്ങൾ അസംബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.